ഓ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ കറിയാണ്. വഴുതനങ്ങ ബ്രിഞ്ചൽ കറി. നമ്മൾ വഴുതനങ്ങ എന്ന് പറയും. വഴുതനങ്ങ കൊണ്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സാധാരണ എല്ലാവർക്കും വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ അറിയാം. ഇത് നോർത്തിലൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ പച്ച തേങ്ങയൊക്കെ ഉപയോഗിച്ച് വഴുതനങ്ങ കറി ഉണ്ടാക്കും. ഇത് വേറൊരു അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പാടില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ കറിയാണ്. അതിലേക്ക് വഴുതനങ്ങ ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണിത്. ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഷേപ്പിൽ അരിഞ്ഞു. ഒരു 4 വഴുതനങ്ങയാണ് ഇത് അരിഞ്ഞത്. 4 വഴുതനങ്ങയ്ക്കുള്ള ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യമായ വിഭവം നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ട കടുകും ജീരകവും ഉണ്ട്. കടുകും ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്. ഇത് ഗരം മസാല, പച്ചക്കറിക്കൊക്കെ ചേർക്കുന്ന മസാല ഗരം മസാല, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, എണ്ണ. പിന്നെ ഇത് ഇച്ചിരി സബോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ചെറുതായി അരിഞ്ഞു വെച്ച സബോള. പിന്നെ ഇത് പുതിനയില, ഇത് കരിയാപ്പിലയാണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ചട്ടി ചൂടായി തുടങ്ങി. ഈ എണ്ണ ഒഴിക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചാലും മതി. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. 2 സ്പൂൺ എണ്ണ മതി. പിന്നെ ജീരകവും കടുകും നമുക്ക് ആവശ്യത്തിനിടാം. ആ കടുക് നന്നായി പൊട്ടി തുടങ്ങുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി ഒത്തിരിയൊന്നും വേണ്ട. എല്ലാം കുറേശ്ശെ സാധനം മതി. മുളക് പൊടി ഒരു അര സ്പൂൺ മതി. മല്ലിപ്പൊടി ഒരു അര സ്പൂൺ. ഇത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ. പിന്നെ കുരുമുളക് പൊടി നമുക്ക് എരിവ് ആവശ്യത്തിന് ചേർത്താലോ മതി. ഉപ്പ് ആവശ്യത്തിന് ഇത്ര. പിന്നെ ഗരം മസാല കൂടുതൽ ചേർക്കരുത്. കാരണം നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തത് കൊണ്ട് ഇതിന് ഒരു സാധാരണ എരിവാണ്. അതുകൊണ്ട് ഒരു ശകലം മതി. ഒരു 1/4 സ്പൂൺ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് ഇനി നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കിയതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. ചേർത്തു. അതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർക്കാം. വഴുതനങ്ങ ചേർത്ത് ഇനി കരിയാപ്പില ഇട്ടു. ഇനി പുതിനയിലയുടെ ഒരു ശകലം മുറിച്ചിടാം. ഒരു 2-3 ഇല മതി. ചിലവർക്ക് പുതിനയുടെ ഇല ഇഷ്ടമാണ്, ചിലവർക്ക് അത് ഇഷ്ടമല്ല. അതിൻ്റെ അനുസരിച്ച് ചേർത്താലോ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നല്ല മണമുണ്ട്. ഇപ്പം നല്ല കുരുമുളകിൻ്റെയും മസാലയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. നല്ല കളറും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് പാകം നല്ല. ഇനി നമുക്ക് ഒരടപ്പ് കൊണ്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഇതിന് ലാസ്റ്റ് ഇട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ഉണക്കത്തേങ്ങ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണയായിട്ട് പച്ചത്തേങ്ങ ഉപയോഗിച്ച് വഴുതനങ്ങയൊക്കെ ഒരു നാട്ടിലൊക്കെ കറി വയ്ക്കാറുണ്ട്. സാധാരണ നോർത്ത് ഇന്ത്യൻസ് പച്ചത്തേങ്ങ അധികം ഉപയോഗിക്കാറില്ല. നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കറി കൂടാണിത്. അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ തേങ്ങയെ അവർ ഉപയോഗിക്കാറില്ല. കൂടുതലായി തക്കാളിക്കയാണ്. അവർ പഴുത്ത തക്കാളിക്കയാണ്. എല്ലാ കറിക്കും പഴുത്ത തക്കാളിക്ക ചേർക്കും. പഴുത്ത തക്കാളിക്ക ഇട്ടേ അവർ കറി വെക്കാറുള്ളൂ. ഞാനപ്പോൾ അവർ പഴുത്ത തക്കാളിക്കായി ഇടും. ഞാൻ പഴുത്ത തക്കാളിക്കായ്ക്ക് പകരമായിട്ട് ഈ നമ്മൾ പറയാം ഉണക്കത്തേങ്ങ, കൊപ്ര എന്നൊക്കെ പറയുന്ന സാധനം ഇച്ചിരി പൊടിച്ചിട്ട് കൊപ്രയെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചു. ഇതിങ്ങനെ പൊടിച്ച് വെച്ച് നമ്മളൊരു കുപ്പിയിലിട്ട് വെച്ചാൽ കുറേ നാളത്തേക്ക് ഈ സാധനം ഇരിക്കും. നമുക്ക് ഏത് കറിക്ക് വേണമെങ്കിലും ഇച്ചിരി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പച്ചത്തേങ്ങ ചേർക്കണമെന്നൊന്നുമില്ല. ഇത് ഇപ്പം ബീൻസിനാണ് ഏത് തോരൻ കറിക്കാണെങ്കിലും ലാസ്റ്റ് നമ്മൾ എടുക്കാൻ നേരം ഈ കൊപ്ര ഞാൻ അരിഞ്ഞ് മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് കുറേ നാളത്തേക്ക് ഇരിക്കും, കേടായി പോകത്തില്ല. അത് നമ്മളിങ്ങനെ പുറത്ത് തൂക്കി വെച്ച് ഒന്ന് എടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയും കൂടിയാണ്.
അങ്ങനെ ഇവിടെ ഞാനിപ്പം ഒരു ചെറിയ പീസ് കൊപ്രായാണ് മുറിച്ച് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സ്പൂൺ 1.5 സ്പൂണോളം കൊപ്രാപ്പൊടി ഉണ്ട്. ഇത് നമുക്ക് ഇതെടുക്കാൻ നേരം ലാസ്റ്റ് അതിനകത്തിട്ടൊന്ന് തൂക്കി വെച്ചൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചാലോ മതി. നല്ല സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പം നമ്മുടെ വഴുതനങ്ങ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് പിടിച്ച് തണുപ്പ് വരുന്നുണ്ട്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ല കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഭൂരിപക്ഷം ആയെന്ന് തോന്നുന്നു. നമുക്കിനി നോക്കാം അതായോ ഇല്ലയെന്ന്. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നു. ഒരു 2 മിനിറ്റ് അതിൽ കൂടുതലുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങായിലെ വെള്ളം തന്നെ അതിന് പറ്റിക്കോളൂ. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് ആവി പോകാത്ത അടുപ്പുകൊണ്ട് മൂടി വെച്ചാലോ മതി. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട്, തൊലിയൊക്കെ നന്നായി വാടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊപ്രാപ്പൊടി ഇടാം. കൊപ്രാപ്പൊടി ഇട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇടുമ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയുണ്ട്, അതനുസരിച്ച് കുരുമുളക് പൊടിയും ചേർക്കാവുള്ളൂ, എരിവ് കൂടാതെ. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിനായിരിക്കണം. പിന്നെ എണ്ണയൊക്കെ ഒരു സ്പൂൺ മതി, കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് നന്നായിട്ട് യോജിച്ചു. മസാലയൊക്കെ ആയിട്ട് തേങ്ങയും നന്നായിട്ട് യോജിച്ചു. പുറത്ത് നല്ല മസാല പരണ്ടിരിപ്പുണ്ട്. ഇത് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ചോറിനേക്കാൾ നന്നായിട്ട് ഇത് ചപ്പാത്തിക്കോ റൊട്ടിക്കോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫുഡാണ്. ചോറിനേക്കാൾ നന്നായിട്ട് ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ ഇത് നന്നായിട്ട് ചേരും. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വഴുതനങ്ങ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് നന്നായിട്ടുണ്ടാവും. തോരൻ കറിയെ പെട്ടെന്ന് ഒരു തോരൻ കറി വെക്കാനില്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത ഒരു 3 വഴുതനങ്ങ ഉണ്ടെങ്കിൽ മതി. ഞാനിതിപ്പോൾ ഒരു 3 വഴുതനങ്ങയുടെ മാത്രമാണ് ഈ കറി ഇത്രയായത്. നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്, പ്രത്യേകിച്ച് ഒരു കളറും ഉണ്ട്, അതിന് ഡിഫറൻസ് ആയിട്ടുണ്ട്. ഇതൊരു നീളത്തിൽ അരിയണം, വെറൈറ്റി ആയിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോക്കണം. നന്നായിട്ട് റൊട്ടിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ്. താങ്ക് യു.